ഹലോ എവ്രി വൺ. ഇന്നുണ്ടാക്കാൻ പോകുന്നത് പൊറോട്ട സാൻഡ്വിച്ചാണ്. പൊറോട്ട സാൻഡ്വിച്ച് ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇവിടെ കഫറ്റീരിയാസിലൊക്കെ ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു സാധനമാണ് പൊറോട്ട സാൻഡ്വിച്ച്. നമ്മൾ വീട്ടിലും പൊറോട്ട വാങ്ങിക്കും. മറ്റേ ID ഫ്രഷിൻ്റെ ഫ്രോസൺ പൊറോട്ട അല്ലെങ്കിൽ കവാൻ, ഹയാത്ത് എന്നൊക്കെ പറഞ്ഞ് ഫ്രോസൺ പൊറോട്ട കിട്ടും. ID ഫ്രഷിൻ്റെ ഫ്രോസൺ അല്ല, അത് റെഡി ടു ഹീറ്റ് ആൻഡ് ഈറ്റ് ആണ്. അപ്പോൾ ആ പൊറോട്ട യൂസ് ചെയ്തിട്ട് ഒരു വെറുതെ ക്വിക്ക് സ്നാക്ക്, അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പൊറോട്ട സാൻഡ്വിച്ച്. ഇതിന് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. ചീസ് സ്പ്രെഡിന് വേണ്ടിയിട്ട് പൊറോട്ട എന്തായാലും വേണം. ചീസ് വേണം, 2 എഗ്ഗ്, 2 പൊറോട്ടയ്ക്കാണെങ്കിൽ 2 എഗ്ഗ് എടുക്കുക, പിന്നെ ഉപ്പ്, പിന്നെ ഹോട്ട് സോസ്, പിന്നെ കുറച്ച് പാല്, പിന്നെ നമ്മുടെ ചില സ്ഥലത്തൊക്കെ കഫറ്റീരിയാസിൽ ഒമാൻ ചിപ്സ് ഇട്ട് തരും പൊറോട്ടയുടെ ഉള്ളിൽ. അപ്പോൾ ഒമാൻ ചിപ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിലാണെങ്കിൽ ലേസോ ഏതെങ്കിലും ചിപ്സും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പൊറോട്ട കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ക്രിസ്പി ക്രഞ്ചി ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വിക്ക് പൊറോട്ട സാൻഡ്വിച്ച് ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ എഗ്ഗ് കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് വരാനായിട്ട് ആദ്യം എഗ്ഗ് എടുക്കുക, അതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എത്ര ടീസ്പൂണൊന്നുമില്ല, കുറച്ച് ഉപ്പിടുക. എന്നിട്ട് അതിനകത്തേക്ക് ഇച്ചിരി പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ വല്ല 1 ടീസ്പൂണൊക്കെ മതിയാവും, കുറച്ച് അതിനൊരു ഫ്ലഫിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ശരിക്കും അങ്ങോട്ട് ബീറ്റ് ചെയ്യുക. സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ശരിക്കും ബീറ്റ് ചെയ്യുക, നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അതിനകത്ത് അടിച്ച് വരുമ്പോൾ കുറച്ച് പതയൊക്കെ കാണുന്നത് വരെ ശരിക്കും ഒന്ന് അടിക്കുക. ഇനിയൊരു നോൺ സ്റ്റിക്ക് ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഒരുപാട് എണ്ണ ഒന്നും ഫ്രൈ ചെയ്യാൻ പാകത്തിന് വേണം, ജസ്റ്റ് ഒന്ന് അടി പിടിക്കാതിരിക്കാൻ പാകത്തിന്. നോൺ സ്റ്റിക്ക് അതെ, അപ്പോൾ കുറച്ച് ഓയിൽ മതി. എന്നിട്ട് ഇത് ശരിക്കും പരത്തി അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് തീയിൽ, സ്റ്റൗ ഏറ്റവും മിനിമം ഇതിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. മറിച്ചിടൂല. ഇത് മറിച്ചിട്ട് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡും കുറച്ച് മൊരിയും. അപ്പോൾ മോൾ ഭാഗം നമ്മൾ മറിച്ചിടാതെ വെറുതെ കുക്ക് ചെയ്ത് സ്ലോ ഹീറ്റിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല രസമായിരിക്കും ആ എഗ്ഗിൻ്റെ ടെക്സ്ചർ. പിന്നെ കുറച്ച് നഗറ്റ്സ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ മറ്റേ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പോൾ കറിയിൽ ചിക്കൻ ബാക്കിയുണ്ടെങ്കിൽ അതാണെങ്കിലും ഒഴിച്ചിട്ടുണ്ടെങ്കിലും പൊറോട്ടയ്ക്ക് ഫില്ല് ചെയ്യാം. പിന്നെ ഫില്ലിങ്ങൊന്നുമില്ല, എന്ത് ഫില്ലിങ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി സ്പ്രെഡ് ചെയ്യാനായിട്ട് ചീസാണ് ഞാൻ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഗാർലിക് മായോയോ അല്ലെങ്കിൽ ചുമ്മാ മായോനൈസോ റെഡിമെയ്ഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിൽ പോലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ഹോട്ട് സോസ് ഒഴിക്കുക. ടൊമാറ്റോ കെച്ചപ്പിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഹോട്ട് സോസ് സാൻഡ്വിച്ചിൽ ഒഴിക്കുമ്പോഴാണ്. ഇനി ആ എഗ്ഗ് എടുക്കുക. അപ്പോൾ എഗ്ഗ് ഹാഫ് ആക്കിയല്ലേ എടുത്തേക്കുന്നത്, 2 എഗ്ഗ് എടുത്തുള്ളൂ. അപ്പോൾ ഹാഫ് എടുത്തിട്ട് നമ്മൾ ആ റോൾ ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് റോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ബൈറ്റ് ചെയ്യുമ്പോൾ ഫുൾ ലെങ്ത്തിൽ എഗ്ഗ് കിട്ടും. ആക്ച്വലി ഇത് കഴിഞ്ഞു, ഇതങ്ങോട്ട് റോൾ ചെയ്ത് വെക്കുക. ഞാൻ നഗറ്റ്സ് ഇപ്പോൾ അകത്ത് വെക്കുന്നില്ല. നിങ്ങൾക്ക് നഗറ്റ്സ് കട്ട് ചെയ്ത് അകത്ത് വെക്കണമെങ്കിൽ വെക്കാം. അതല്ല, ഇനിയിപ്പോൾ ചിക്കൻ കറിയാണോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആണെങ്കിലും അതും അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് പിച്ചിയിട്ടിട്ട് റോൾ ചെയ്ത് വെക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ട എന്തായാലും ഇത്രയും നേരം നമ്മൾ ഫില്ലിങ്ങൊക്കെ വെച്ച് കുറേ നേരം തണുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇപ്പോഴും കുറച്ച് ക്രിസ്പി ആയിരിക്കണം. അപ്പോൾ പൊറോട്ട ഒന്നും കൂടെ ഒന്ന് ഫ്രൈ പാനിൽ ചൂടാക്കാൻ വെക്കുക. ചൂടാക്കാൻ വെക്കുമ്പോഴും തീ കുറച്ച് വെക്കുക. പക്ഷേ ആ അടി മൊരിഞ്ഞ് വരുന്ന 2 സൈഡും മൊരിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ചൂടാക്കാൻ വെക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് ഒമാൻ ചിപ്സും നഗറ്റ്സും അതിൻ്റെ സൈഡിൽ വെച്ചാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറേ പേർക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം എന്നുള്ളവർ ഉള്ളിൽ പൊടിച്ച് വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് സെർവ് ചെയ്യണത് ഇഷ്ടം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഇത് വലിയ സംഭവം റെസിപ്പിയൊന്നും അല്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ. ഓക്കെ, ബൈ.